ഇലങ്ങാട് ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സി.ആർ. പ്രഫുൽകൃഷ്ണൻ. വിലങ്ങാട് ദുരിതബാധിതരുടെ നേതൃത്വത്തിൽ നടന്ന വില്ലേജ് ഓഫീസ് ഉപരോധത്തിന് പിന്തുണ അറിയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സഹായം ലഭിക്കേണ്ടവരുടെ പട്ടികയിൽ അനർഹർ ഉൾപ്പെടുകയും അർഹതപ്പെട്ടവർ പുറത്താവുകയും ചെയ്തത് ഗുരുതര വീഴ്ചയാണ്. ഡെപ്യൂട്ടി കളക്ടറുടെ വഴിവിട്ട ഇടപെടലുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണം. ജില്ലാ കളക്ടർ വിലങ്ങാട് സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തണമെന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പ്രഫുൽകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. മേഖലാ ഉപാധ്യക്ഷൻ എം.പി. രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ദിലീപ്, വിപിൻ ചന്ദ്രൻ, രഗിലേഷ് അഴിയൂർ, എം.സി. അനീഷ്, ശ്രീജിത്ത് കെ.വി, അഖിൽ എൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ശക്തമായിട്ടുള്ള മഴയും വലിയ രീതിയിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത ഈ മേഖലയിൽ നിലനിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഭൂമി വിണ്ട് കയറി നിൽക്കുകയാണ്. ഏത് നിമിഷവും ഒരു വലിയ അപകട സാധ്യതയിലേക്ക് ഈ വിലങ്ങാട് മേഖല മാറുകയാണ്. ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ അധിവസിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടെയുള്ള നിരവധി 10-30ഓളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ്. പല കുടുംബങ്ങളും ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടിയിട്ട് മലയിൽ നിന്ന് ഇറങ്ങൂ എന്ന് പറയുകയാണ്. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഒരു ഉറപ്പുമില്ലാതെ എത്രയും കാലം എങ്ങനെ ജീവിക്കും? ഇവിടെ നിരവധി വർഷങ്ങളായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി എന്തുകൊണ്ടാണ് ഈ വിലങ്ങാടിലെ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കാത്തത്? അപ്പോൾ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ന് ഈ വില്ലേജ് ഓഫീസിൽ ജനങ്ങൾ ഇരിക്കുകയാണ്. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടണം. ഈ മേഖലയിൽ കളക്ടർ സന്ദർശിക്കണം. ഇവിടുത്തെ സാഹചര്യം എന്താണ്, ഗുരുതര സാഹചര്യം എന്താണെന്ന് കളക്ടർ മനസ്സിലാക്കണം. ഇവിടെയുള്ള വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്നായിക്കൊള്ളട്ടെ, ഇവിടുത്തെ തഹസിൽദാരുടെ ഭാഗത്തുനിന്നായിക്കൊള്ളട്ടെ, ഒരു തരത്തിലും ഇവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നില്ല. ഇവിടെ എന്ത് സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനാണ്. ഇവിടുത്തെ ജനങ്ങൾ എത്ര കാലമായിട്ട് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണി 5-6 വർഷമായിട്ട് അതിൻ്റെ ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. ഇപ്പോഴും അതിൻ്റെ പാതി വഴിയിലാണ് ആ വീടുകളുടെ നിർമ്മാണം നിൽക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ വനവാസി വിഭാഗങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തിട്ടുണ്ട്? സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടല്ലോ. ആ രൂപയിൽ നിന്ന് ഈ വിലങ്ങാടിന് വേണ്ടി എന്താണ് പണം ചെലവഴിക്കാത്തത്? ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ശാശ്വതമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ. ജില്ലാ കളക്ടർ സ്ഥലത്ത് വരണം. ജില്ലാ കളക്ടർ സ്ഥലത്ത് വന്ന് ഇവർക്ക് ഉറപ്പ് കൊടുത്താൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ. അല്ലെങ്കിൽ ഞങ്ങൾ മുഴുവൻ, ഞാനും ഉണ്ടാവും, രാത്രിയിൽ ഞങ്ങളിവിടെ ഇരിക്കും. ഈ വില്ലേജ് ഓഫീസിൽ ഇരുന്ന് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഇവിടെ നിന്ന് ഉറപ്പ് കിട്ടാതെ പിന്തിരിയില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.